ഓണം ഇങ്ങ് എത്തിയല്ലോ. അപ്പൊ ഓണത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ പാലിച്ചു വരുന്ന ശീലങ്ങളിൽ ഇത്തവണ അല്ലറച്ചില്ലറ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ഓണക്കിറ്റ് കിട്ടിയോ? കിട്ടിക്കാണാൻ ചാൻസ് ഇല്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പോലെയല്ല, എല്ലാവർക്കും കിട്ടില്ല ഇപ്രാവശ്യം. അത് വെട്ടിക്കുറച്ചു. പോട്ടെ, സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വിലക്കയറ്റമാണല്ലേ. കിഫ്ബി കാരണം കടത്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞ് നിലവിലെ സർക്കാരിന്റെ കുറച്ച് ടീംസ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവിടെ ആറാട്ടായിരുന്നല്ലോ. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു വിലക്കയറ്റം ഇവിടെ ഉണ്ടല്ലേ. എണ്ണം കെട്ടവും ഭരിച്ച വേണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയണില്ല. പാവപ്പെട്ട പ്രവാസികൾക്ക് ഓണത്തിന് മുമ്പ് പെൻഷനൊക്കെ കിട്ടിയോ? അതും 3 മാസമായിട്ട് കുടിശ്ശികയാണോ? സടാ. അതുപോട്ടെ, ഡയറ്റ് എന്ന് വിളിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ ജീവനക്കാർ, റവന്യൂ ജീവനക്കാർ, സമഗ്ര ശിക്ഷ കേരളം ജീവനക്കാർ എന്നിവർക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ലെന്ന്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പളവും ബോണസും ഒക്കെ വെള്ളത്തിലായ സാഹചര്യമാണ്. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി ഓണം. മഴക്കെടുതി കാരണം ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ദുരിതാശ്വാസ ഫണ്ട് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം ഇങ്ങ് എത്തി. ഫണ്ടും കിട്ടി, ക്യാമ്പിൽ ഓണവും ആഘോഷിച്ച് തിരുവാതിരയും കളിച്ച കാലം വരെ ഉണ്ടായിരുന്നു ഇവിടെ. പോട്ടത് കളികാലം അല്ലേ. കിഫ്ബി ഒഴിവാക്കി വേറെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് കേരളത്തിനെ ഉന്നമനത്തിലെത്തിക്കും എന്നാണ് ബഹുമേനു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ 1 വർഷം എടുക്കാവുന്ന കടത്തിന്റെ പകുതിയും 3 മാസം കൊണ്ട് പുള്ളി എടുത്തു തീർത്തു. ഇനി 1 വർഷത്തിൽ 6 മാസമായിട്ട് എങ്ങാനും കുറയ്ക്കാൻ പ്ലാനുണ്ടോ? സതീഷ്ജിയുടെ പ്ലാൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടെന്ന് വെച്ച് അതിന് അന്വർത്ഥമാക്കും പോലെയൊക്കെ ഭരിച്ചു കളയാമോ? നമ്മൾ കാണം വിൽക്കാതെയൊക്കെ കൊണ്ടുവരായിരുന്നു കുറച്ച് നാളായിട്ട്. ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഹാപ്പി ആണോ ഗൈസ്?